അങ്ങനെ ഈ പ്രചരണത്തിന്റെ തുടക്കം മുതൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട മണ്ഡലങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായിരുന്നു തിരുവനന്തപുരം. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മത്സരം. 3 സ്ഥാനാർത്ഥികളും വളരെ പ്രധാനപ്പെട്ടവർ. അവകാശവാദങ്ങളും ഒരുപാട് തുടരുകയാണ്. പക്ഷേ സിറ്റിംഗ് എം പി അടുത്ത 4ാമത്തെ തവണ പ്രതീക്ഷയുമായി വരുന്ന ശശി തരൂര്, രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രി, ബി.ജെ.പിയുടെ മുതിർന്ന നേതാവ്, ഒപ്പം തന്നെ പന്ന്യൻ രവീന്ദ്രൻ താഴെത്തട്ട് മുതൽ പ്രവർത്തിച്ചു വന്ന് നേരത്തെ മണ്ഡലത്തിൽ പരിചയമുള്ള മുൻ എം പി ആയിരുന്ന പന്ന്യൻ രവീന്ദ്രൻ കൂടി മാറ്റിവയ്ക്കുമ്പോൾ തിരുവനന്തപുരം ഒരു വല്ലാത്ത ഒരു പ്രവചനാതീതമായ ഒരു ഘട്ടത്തിലേക്ക് പോവുകയാണ്. പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട്. പ്രശാന്ത്, ഓരോ വോട്ടും വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് നമ്മൾ പരമ്പരാഗതമായി കോൺഗ്രസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തരൂരിന് അവകാശപ്പെടാൻ കഴിയുന്ന തീരദേശ മേഖല, തരൂരിനെ രക്ഷിച്ചിട്ടുള്ള മേഖലയാണ് തീരദേശ മേഖല. അവിടെ പോളിംഗ് ശതമാനം ഇത്തവണ കൂടിയിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനം കുറയുകയും ചെയ്തു. നഗരത്തിലെ വോട്ടർമാർ, തീരദേശത്തിലെ വോട്ടർമാർ, മറ്റ് ഈ സഭയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള സ്റ്റാൻഡുകൾ എന്തൊക്കെയായിരിക്കാം തിരുവനന്തപുരത്ത് ഈ വോട്ടിങ്ങിനെ സ്വാധീനിച്ചിട്ടുള്ള ഘടകങ്ങളെന്നാണ് മുന്നണികൾ അവസാന ഘട്ടത്തിലുള്ള വിലയിരുത്തലിലേക്ക് വരുമ്പോൾ അവർ ചിന്തിക്കുന്നത്? എന്താണ് പ്രശാന്ത് കൃഷ്ണ മനസ്സിലാക്കുന്നത്? പ്രജീഷ്, ഈ ത്രികോണ മത്സരം എന്നൊക്കെ പറയാമെങ്കിലും ഈ മത്സരം കഴിഞ്ഞ വേളയിൽ LDFിൻ്റെ ക്യാമ്പാണെങ്കിലും BJPയുടെയും UDFിൻ്റെ ക്യാമ്പുമായി ബന്ധപ്പെട്ടവരുമായി നാം സംസാരിക്കുമ്പോൾ പൊതുവെ പ്രകടിപ്പിക്കുന്ന ഒരു വികാരം UDFിന് ഒരു മേൽക്കൈ ഉണ്ട്, അതായത് ശശി തരൂരിന് ഒരു വിജയസാധ്യത ഉണ്ട് എന്ന തരത്തിൽ തന്നെയാണ് പ്രതികരണങ്ങൾ. അത്തരത്തിലുള്ള കാരണങ്ങളും ഈ മുന്നണികൾ വിശദീകരിക്കുന്നുണ്ട്. LDF പന്ന്യൻ രവീന്ദ്രൻ ജയിക്കാനുള്ളൊരു സാധ്യതയായി കാണുന്നത് ഈ വോട്ട് ശതമാനം കുറഞ്ഞു എന്നതാണ്. അതായത് LDFിന് പരമ്പരാഗതമായി LDFിൻ്റെ കേഡർ വോട്ടുകളും പാർട്ടി സംവിധാനത്തിലുള്ള വോട്ടുകളും പാർട്ടി സംവിധാനം ഉപയോഗിച്ച് കൃത്യമായി തന്നെ പോൾ ചെയ്യിച്ചിട്ടുണ്ട്. അത് ഇന്നലെ കൃത്യമായി തന്നെ പോൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഒരു BJP ജയിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നത് മുന്നിൽ കണ്ട് ചില ഇടത് അനുഭാവ വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാകില്ല ഇത്തവണ. കാരണം ഉണ്ടായിട്ടില്ല. LDFിന് പൂർണ്ണമായും CPMൻ്റെയും CPIയുടെയും എല്ലാ വോട്ടുകൾ LDFിന് തന്നെ വീണിട്ടുണ്ട് എന്ന ഒരു വിലയിരുത്തലാണ്. അത് LDF മാത്രമല്ല BJPയും അത്തരത്തിൽ തന്നെ കണക്ക് കൂട്ടുകയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനം ഈ വോട്ട് ശതമാനം തന്നെയാണ്. വോട്ട് ശതമാനം എടുക്കുമ്പോൾ എല്ലാ മണ്ഡലത്തിലും, അതായത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ നഗരമണ്ഡലങ്ങളിൽ വലിയ തോതിൽ എല്ലാ മണ്ഡലത്തിലും 4 നഗരമണ്ഡലങ്ങളിലും 3 ഗ്രാമമണ്ഡലങ്ങളിലും വോട്ട് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം ഈ 4 നഗരമണ്ഡലങ്ങളിൽ വോട്ട് കുറഞ്ഞത് തീർച്ചയായും അത് ബാധിക്കുന്നത് BJPയെയും കോൺഗ്രസിനെയും തന്നെയാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂര് ഈ നിയമം ഒഴികെയുള്ള 3 നഗരമണ്ഡലങ്ങളിലും ലീഡ് ചെയ്തു. പക്ഷേ രാജഗോപാൽ മത്സരിക്കുമ്പോഴാണെങ്കിലും പൊതുവെ തെരഞ്ഞെടുപ്പുകളിലാണെങ്കിലും BJPക്ക് ഒരു മേൽക്കൈയുള്ള, അല്ലെങ്കിൽ BJPക്ക് ലീഡ് നേടാൻ കഴിയുന്ന സ്ഥലങ്ങളാണ് ഈ 4 നഗരമണ്ഡലങ്ങളും. അവിടെ പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നത് BJPയെ ആശങ്കപ്പെടുത്തുന്നു. കോൺഗ്രസിന്റെ വോട്ട് ചോർച്ച പലപ്പോഴായും BJPക്ക് മേൽക്കൈ ഉണ്ടാകുന്ന ഒരു ഘട്ടം ഒഴിവാക്കാൻ വേണ്ടി ക്രോസ് വോട്ട്, ഒരു തന്ത്രപരമായ നീക്കങ്ങളൊക്കെ നടക്കുന്ന ചർച്ചകൾ പല തെരഞ്ഞെടുപ്പിലും കണ്ടുണ്ട്. ഇത്തവണത്തെ ചർച്ചകൾ എങ്ങനെയാണ്? കാരണം പന്ന്യൻ രവീന്ദ്രൻ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസമൊക്കെ ആവർത്തിച്ചൊരു കാര്യമുണ്ട്, മത്സരം BJPയും CPMും അതായത് LDFും തമ്മിലാണെന്ന് പലപ്പോഴും ആവർത്തിച്ചിട്ടുണ്ട്. എന്താണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴുള്ള ഈ വോട്ടിംഗ് ശതമാനത്തിലെ കുറവ് LDF അതിൽ അവകാശവാദം ഉന്നയിക്കുന്നത്? ഇതിലെല്ലാവരും, അതായത് അവകാശവാദം ഉന്നയിക്കുമ്പോൾ, അതായത് കോൺഗ്രസ് വിജയിക്കും, അല്ലെങ്കിൽ ശശി തരൂരിന് മാർജിൻ കുറവാണെങ്കിലും വിജയിക്കും എന്ന് കണക്കുകൂട്ടൽ വരുന്നത് തീരദേശ മേഖലയിലെ വോട്ടാണ്. അതായത് പാറശാല, കോവളം, നെയ്യാറ്റിൻകര ഈ മേഖലയിലെ വോട്ട്, അതായത് മുസ്ലിം ഭൂരിപക്ഷ മേഖലയിൽ വലിയ തോതിലുള്ള പോളിംഗ് ഇന്നലെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ വൈകിട്ട് 6 മണി കഴിഞ്ഞ് 7 മണി വരെയും ഒരു ട്രെൻഡ് പോലുള്ള ഒരു പോളിംഗ് ഉണ്ടായി. അത് ഒരു ഏകീകരിച്ചുകൊണ്ടുള്ള ഒരു വോട്ട് സംവിധാനം ഒരു പാർട്ടിക്ക് തന്നെ ലഭിച്ചു എന്ന വിലയിരുത്തൽ തന്നെയാണ് നടത്തുന്നത്. അപ്പോഴും LDF കേന്ദ്രങ്ങൾ ഇന്ന് തന്നെ നമ്മളോട് പലരും സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, തീരദേശ മേഖലയിലെ ഇത്തരം ന്യൂനപക്ഷ മേഖലയിലെ മുസ്ലിം വോട്ടുകൾ ഇത്തരത്തിൽ ഭിന്നിച്ചു പോയിട്ടുണ്ടോ? അത്തരത്തിൽ ഭിന്നിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് CPIക്ക്, അതായത് LDFിന് കൂടി ഒരു സാധ്യത നൽകുന്നതാണ് എന്ന ഒരു ആലോചനയും കണക്കുകൂട്ടലുകളെല്ലാം അവരുടെ കേന്ദ്രങ്ങളിലും നടക്കുന്നുണ്ട്. BJP ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നത്, അതായത് മൈനോറിറ്റി മേഖലയിൽ നിന്ന്, ക്രിസ്ത്യൻ മേഖലയിൽ നിന്നുള്ള വോട്ടുകൾ ലഭിക്കും എന്ന് അവർ കണക്കുകൂട്ടി തീരദേശ മേഖലയിൽ 40 ബൂത്തുകളിൽ അത്തരം പ്രവർത്തനം നടത്തിയെങ്കിലും അവിടെ കാര്യമായ പ്രതികരണം ഉണ്ടായിട്ടില്ല എന്ന് കരുതുന്നു. ഒപ്പം തന്നെ അവരുടെ വോട്ടുകൾ പലതും പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞില്ല എന്നും അവർ പ്രാഥമികമായി കണ്ടെത്തുകയാണ്.